ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് അലിൻഡ. എനിക്ക് എന്റെ ഒരു +2 കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്നായിരുന്നു താല്പര്യം. ഞാൻ ആ സമയങ്ങളിലെല്ലാം ജപമാലയെത്തിച്ച് എല്ലാ ദിവസവും എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കുമായിരുന്നു. എന്റെ സ്വർഗീയ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കുമായിരുന്നു. അതിനുശേഷം നീറ്റിന്റെ എക്സാം എഴുതി, നീറ്റ് ഞാൻ ക്രാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ അലോട്ട്മെന്റ് നടക്കാം. ഫസ്റ്റത്തെ അലോട്ട്മെന്റ് നടന്നു, എന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായില്ല. സെക്കൻഡാമത്തെ അലോട്ട്മെന്റ് നടന്നു. അപ്പോഴത്തേക്കും കുറച്ച് കേസും കാര്യങ്ങളായിട്ട് അലോട്ട്മെന്റ് അവിടെ സ്റ്റേ ചെയ്തു. അതിനുശേഷം സ്പോട്ടാണ് ഗവൺമെന്റ് വിളിക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ 2 ദിവസമായിരുന്നു. ഞാൻ അതിനുവേണ്ടി ട്രിവാൻഡ്രത്ത് നിന്നു. ആദ്യത്തെ ദിവസമായി എന്റെ റാങ്ക് ഇല്ല. രണ്ടാമത്തെ ദിവസം 4 മണി വരെയാണ് കൗൺസിലിംഗ്. 4 മണിക്ക് ഇതേപോലെ തന്നെ ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ ട്രിവാൻഡ്രം കോളേജിൽ ചെന്നു. അഡ്മിഷന്റെ ഓരോ റാങ്ക് അവർ വിളിക്കുകയാണ്. 3:30 എന്റെ റാങ്ക് വിളിക്കുന്നില്ല. ആ സമയങ്ങളിലെല്ലാം എനിക്ക് ഭയങ്കര ഒരു നിരാശയും ഭയങ്കര ഒരു വിഷമമായിരുന്നു. സമയങ്ങളിൽ ഇടപെടാതെ ഞാൻ ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ മാധ്യസ്ഥം അയച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം പോവാമെന്ന് കരുതി ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഒരു 10 പേരുടെ റാങ്ക് ലിസ്റ്റ് വിളിക്കുകയാണ്. അതിൽ എന്റെ റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓടി അകത്ത് കയറുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ഫീസ് അടയ്ക്കുന്നു. എന്റെ ഫീസ് അടിച്ച് ഞാൻ കയ്യിൽ റെസിപ്റ്റ് മേടിക്കുമ്പോഴത്തേക്കും അനൗൺസ്മെന്റ് വരുന്നു, ഈ വർഷത്തെ കൗൺസിലിംഗ് സ്റ്റോപ്പ് ആയി. അപ്പൊ എനിക്ക് എന്റെ അമ്മ നൽകിയ ഏറ്റവും വലിയൊരു കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.